നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തെലുങ്ക് ബിഗ് ബോസ് താരവുമായ അഷു റെഡ്ഡി എന്ന വെങ്കട അശ്വനി റെഡ്ഡിക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. ലണ്ടൻ മലയാളിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ വൈവി ധർമ്മേന്ദ്രയിൽ നിന്നും 9.35 കോടി രൂപ തട്ടിയെന്നാണ് പരാതി. സംഭവത്തിൽ അഷു റെഡ്ഡിക്കെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും ഹൈദരാബാദ് സെൻട്രൽ ക്രൈം സ്റ്റേഷൻ പോലീസ് കേസെടുത്തു. ധർമ്മേന്ദ്രയുടെ പിതാവ് യനുമുല സത്യനാരായണ മൂർത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പരാതി പ്രകാരം 2018 അഷു റെഡ്ഡിയും ധർമ്മേന്ദ്രയും പരിചയപ്പെടുന്നത്. പൊതു സുഹൃത്തുക്കൾ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഈ സമയം ധർമ്മേന്ദ്ര വിവാഹമോചനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് തന്നെ അഷു റെഡ്ഡി ധർമ്മേന്ദ്രയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും തുടർന്ന് പല ആവശ്യങ്ങൾക്കുമായി അദ്ദേഹത്തിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. 2018 ഇന്ത്യയിൽ വെച്ചാണ് ധർമ്മേന്ദ്ര അഷു റെഡ്ഡിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും പ്രണയത്തിലായി. താൻ അമേരിക്കയിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണെന്നും സിനിമയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞാണ് നടി ബന്ധം സ്ഥാപിച്ചത്. ഈ സമയം ധർമ്മേന്ദ്രയുടെ വിവാഹമോചന നടപടികൾ നടക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ അഷു റെഡ്ഡി വിവാഹമോചനം ലഭിക്കുന്നതുവരെ കാത്തിരിക്കാമെന്ന് പറയുകയും ഈ തക്കം മുതലാക്കി പണം തട്ടുകയുമായിരുന്നു. സിനിമാ മോഹങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നടി പലപ്പോഴായി ധർമ്മേന്ദ്രയിൽ നിന്ന് വൻ തുകകൾ കൈപ്പറ്റിയിരുന്നു. ആദ്യം കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ പറഞ്ഞ് പണം തട്ടാൻ തുടങ്ങിയ നടി പിന്നീട് പണത്തിന് പുറമെ ആഡംബര കാറുകൾ വാങ്ങാനും സ്വത്തുക്കൾ വാങ്ങാനും വരെ പണം ആവശ്യപ്പെടുകയായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു. തനിക്ക് H1B വിസ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടുകാർ സാമ്പത്തികമായി സഹായിക്കുന്നില്ല എന്നും പറഞ്ഞാണ് നടി ധർമ്മേന്ദ്രയിൽ നിന്നും പണം വാങ്ങി തുടങ്ങിയത്. പിന്നീടാണ് വീട്ടുകാരുടെ ഒത്താശയോടെ നടന്ന ഹണി ട്രാപ്പായിരുന്നുവെന്ന് ധർമ്മേന്ദ്രയ്ക്ക് മനസ്സിലായത്. 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ആസൂത്രിതമായ ഹണി ട്രാപ്പിലൂടെ ഏകദേശം 9.35 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് കണക്കാക്കുന്നത്. ഇതിൽ പണത്തിനു പുറമെ 5 കിലോ സ്വർണം, ലക്ഷറി കാറുകൾ, ഫ്ളാറ്റുകൾ എന്നിവയും ഉൾപ്പെടുന്നു. വിവാഹ വാഗ്ദാനം നൽകി 7 വർഷം കൊണ്ടാണ് നടി ധർമ്മേന്ദ്രയെ കബളിപ്പിച്ച് ഇത്രയും വലിയ തുക തട്ടിയെടുത്തത്. ഇതെല്ലാം അഷു റെഡ്ഡിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കള്ളക്കേസ് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ക്രൈം നമ്പർ 78/2026 പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അഷു റെഡ്ഡി ഒറ്റയ്ക്കല്ല ഈ തട്ടിപ്പ് നടത്തിയതെന്നും കുടുംബാംഗങ്ങൾ ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നു. നടിയുടെ പിതാവ് വെങ്കട കൃഷ്ണ കൊയ്യ, മാതാവ് യശോദ റെഡ്ഡി, സഹോദരി ദിവ്യ റെഡ്ഡി എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ 2020 ധർമ്മേന്ദ്ര വിവാഹവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ അഷു എതിർത്തു. തർക്കം പരിഹരിക്കാനായി നടി ഹേമയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ 70 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് അഷു റെഡ്ഡി സമ്മതിക്കുകയും ബ്ലാങ്ക് ചെക്കുകൾ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവ തിരികെ വാങ്ങുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. 2020 നവംബറിൽ നടിയുടെ കുടുംബം ഇടപെടുകയും വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതേസമയം വീട്ടുകാരുമായും നാട്ടിൽ ധർമ്മേന്ദ്രയുടെ പണത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു നടി. ലെങ്കോ ഹിൽസിന് സമീപത്തുള്ള അർക്ക മണികോണ്ടയിൽ ധർമ്മേന്ദ്ര 3 കോടി രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് അദ്ദേഹം ലണ്ടനിലായിരുന്ന സമയത്ത് അഷു റെഡ്ഡി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തതായും പരാതിയിൽ പറയുന്നു. 2020 മുതൽ 2025 വരെ ഇരുവർക്കുമിടയിൽ വീണ്ടും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായി. നടിക്കായി ഫ്ളാറ്റ് വാങ്ങാൻ ധർമ്മേന്ദ്ര 1.8 കോടി രൂപ അഡ്വാൻസായി നൽകി. 5 കിലോ സ്വർണം വാങ്ങി നൽകി. നടിയുടെ സഹോദരി ദിവ്യ റെഡ്ഡിയുടെ 50 ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് പരാതിയിൽ പറയുന്നത്. വിവാഹം കഴിക്കാൻ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അഷു റെഡ്ഡി പിന്മാറുകയും പിന്നീട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നുമാണ് ധർമ്മേന്ദ്ര പറയുന്നത്. ധർമ്മേന്ദ്രയെ ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടാനായിരുന്നു നടിയുടെയും കുടുംബത്തിന്റെയും പദ്ധതിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. താനുമായി ബന്ധം സ്ഥാപിച്ച സമയത്ത് നടി മറ്റൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തിയിരുന്നതായും പരാതിക്കാരൻ ആരോപിക്കുന്നു. ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായപ്പോഴെല്ലാം നടിയുടെ അമ്മയും സഹോദരിയും ഇടപെട്ട് ധർമ്മേന്ദ്രയെ അനുനയിപ്പിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതായി FIRൽ പറയുന്നു. നൽകിയ പണവും സ്വത്തുക്കളും തിരികെ ചോദിച്ചപ്പോൾ ലൈംഗിക പീഡന കേസിൽ കൊടുക്കുമെന്ന് നടി ഭീഷണിപ്പെടുത്തിയതായും ധർമ്മേന്ദ്ര ആരോപിച്ചു. പ്രതികളും പരാതിക്കാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തെളിവായി ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. You're watching me on metromatney.com. on metromatney.com. metromatney.com
metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.